ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ലണ്ടൻ സൂവിലാണ്. വളരെ വിശാലമായ ഒരു ഏരിയയാണിത്. ഒട്ടേറെ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ കാണാൻ പറ്റുന്ന അവസരം കൂടിയാണ് ലണ്ടൻ സൂ നൽകുന്നത്. നമുക്കിപ്പോൾ ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. UK തന്നെ ഏറ്റവും വലിയ മൃഗശാലകളിലൊന്നായ ലണ്ടൻ സൂവിലുള്ളത് 700ഓളം വ്യത്യസ്ത മൃഗങ്ങളും ജീവികളും 1828 സയന്റിഫിക് പഠനങ്ങൾക്കായി തുടങ്ങിയ ലണ്ടൻ സുവോളജിക്കൽ ഗാർഡനാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ലണ്ടൻ സൂ ആയി മാറിയത്. വിവിധ രാജ്യങ്ങളിലെ വ്യത്യസ്ത കാലാവസ്ഥകളിൽ ജീവിക്കുന്ന മൃഗങ്ങളെ അതേ കാലാവസ്ഥ കൃത്രിമമായി നിർമ്മിച്ച് ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നു. ലണ്ടൻ സിറ്റിക്കുള്ളിലാണ് ഈ മൃഗശാലയെങ്കിലും ഒരു വനത്തിൽ വന്ന പ്രതീതിയാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ ലഭിക്കുക. ഇപ്പോൾ ട്രെയിനൊക്കെ ലണ്ടനിൽ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് യാത്ര ചെയ്യുന്നത്? അപ്പോൾ ഫ്രീ ആയിട്ട് നമുക്ക് ബസ് വരും. ഇപ്പോൾ ഇതുപോലെയുള്ള റെയിൽ റീപ്ലേസ്മെന്റ് ബസ്സിന് ഇപ്പോൾ നമുക്കിത് പോകാം. അതിന് ക്യാഷ് ഒന്നും കൊടുക്കേണ്ട. നമുക്ക് ട്രെയിൻ ഇല്ലാത്തതിന് പകരമായിട്ട് ഗവൺമെന്റ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ബസ്സുകളാണെല്ലാം. ഇപ്പോൾ ലണ്ടനിലെ ഏറ്റവും വലിയ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനുകളിലൊന്നായ ബാങ്കിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. സൂവിലോട്ടുള്ള യാത്ര തുടരുകയാണ്. ഇതുപോലെ വലിയ അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെൻട്രൽ ലൈനിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കാംഡൻ ടൗൺ സ്റ്റേഷനിൽ ഇറങ്ങി. ഇവിടെ നിന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ഈ സൂവിലോട്ട്. ഇപ്പോൾ നമുക്ക് നടന്നു പോകാം. ഇത് വളരെ മനോഹരമായ ഒരു ചെറിയ ടൗൺ ആണ്. ലണ്ടനിനുള്ളിൽ തന്നെ ഇതുപോലെ ചെറിയ ടൗണുകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ധാരാളം മലയാളികളൊക്കെ താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് കാംഡൻ ടൗൺ. ലണ്ടനിലെ ഓരോ സിറ്റികൾക്ക് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ റെസിഡൻഷ്യൽ സ്ട്രീറ്റുകളൊക്കെ ഇതേപോലെയാണ്. വിശാലമായ റോഡുകളും എല്ലായിടത്തും കാണാം. ഇപ്പോൾ നമ്മൾ വന്ന കാംഡൻ ടൗൺ സ്റ്റേഷനിൽ നിന്ന് ഒരു 15-20 മിനിറ്റ് നടക്കുമ്പോഴാണ് നമുക്ക് സൂവിലോട്ട് പോകാൻ പറ്റുക. ഇപ്പോൾ നമ്മൾ നടക്കുന്ന റോഡിന്റെ പേര് പാർക്ക് വേ എന്നാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഒരു സ്ട്രീറ്റാണിത്. ഓരോ സ്ഥലങ്ങളിലും വീടുകൾക്കും വലിയ പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ കാംഡൻ ടൗണിലെ വീടുകളൊക്കെ വളരെ കളർഫുൾ ആയിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പല നിറത്തിലുള്ള വീടുകളുടെ പെയിന്റിംഗ് ആണ് കാംഡൻ ടൗണിലെ റെസിഡൻഷ്യൽ സ്ട്രീറ്റുകളിലൊക്കെ കാണാനാവുക. സാധാരണ ലണ്ടനിലെ വീടുകളിലൊക്കെ ലൈറ്റ് കളേഴ്സ് ആണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഇതുപോലെ വളരെ വ്യത്യസ്തമായ ഒട്ടേറെ കളർഫുൾ ആയ വീടുകളൊക്കെ കാണാൻ വേണ്ടി ഇവിടെ കാംഡൻ ടൗണിൽ വരണം. അപ്പോൾ നമ്മൾ എൻട്രൻസിൽ എത്തിയിരിക്കുന്നു. ഇവിടെ ഒരു ചെറിയ കനാലുണ്ട്. അപ്പോൾ അവിടെ ധാരാളം ബോട്ടുകളൊക്കെ നമുക്ക് കാണാം. ഇനി നമുക്ക് സൂവിന്റെ ഉള്ളിലോട്ട് 5 മിനിറ്റ് നമുക്ക് നടന്നാലാണ് മെയിൻ എൻട്രൻസിൽ എത്താനാവുക. നമ്മൾ വീട് വാങ്ങുന്നത് പോലെ തന്നെ ചെറിയ ക്യാഷിന് നമുക്ക് സെൻട്രൽ ലണ്ടനിലൊക്കെ താമസിക്കുന്നതിന് വേണ്ടി പലരും ചൂസ് ചെയ്യാറുള്ള ഒരു ഓപ്ഷനാണ് ചെറിയ ബോട്ടുകൾ വാങ്ങിക്കുക എന്നുള്ളത്. ഒരു വീടിന്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. 2 ബെഡ്റൂം അങ്ങനെ എല്ലാ സൗകര്യങ്ങളുമുള്ള ധാരാളം ബോട്ടുകൾ ഇതുപോലെ ചെറിയ വിലയ്ക്ക് വാങ്ങാൻ കഴിയും. അപ്പോൾ അതുപോലുള്ള ബോട്ടുകളൊക്കെ നമുക്ക് ഇവിടെ കാണാം. ഇതുപോലുള്ള കനാലുകളിലാണ് അത് പാർക്ക് ചെയ്യുക. അതുപോലുള്ള റെസിഡൻഷ്യൽ ബോട്ടുകൾ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ സൂവിന്റെ എൻട്രൻസിലെത്തി. നമുക്ക് ടിക്കറ്റ് എടുത്ത് അതിന് ഉള്ളിലോട്ട് കയറാം. നല്ല തിരക്കുള്ള ദിവസമാണ് ഇപ്പോൾ. ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇതിനകത്ത് കയറി. ഓൺലൈനിൽ ടിക്കറ്റ് എടുത്ത് വരുവാണ് ഏറ്റവും നല്ലത്. ഒരു ടിക്കറ്റിന് 33 പൗണ്ടാണ്. ഇപ്പോൾ 2 പേർക്ക് 66 പൗണ്ടായി. ഇപ്പോൾ ക്യാഷ് കൊടുത്തോ കാർഡായിട്ട് ഇവിടെ വന്ന് പേ ചെയ്താലും മതി. നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ടിക്കറ്റ് എടുത്ത് കയറാനായിട്ട് പറ്റും. ഇപ്പോൾ വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കാണ്. ഇപ്പോൾ ധാരാളം പേരാണ് സൂ കാണാനായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് നമുക്കൊന്ന് പോയി നോക്കാം. പല ദിവസവും ടിക്കറ്റിൽ ചാർജിലും വ്യത്യാസമുണ്ട്. 28 പൗണ്ട് അങ്ങനെ പല ഓപ്ഷനുകളിൽ വാങ്ങാനാകും. പല സൈറ്റുകളിലും ടിക്കറ്റിന്റെ വിലയിലും വ്യത്യാസം ഉണ്ടാകും. കുറച്ച് വലിയ പക്ഷികളെ കണ്ടു. ഇപ്പം നോർത്തേൺ ബാൾഡ് ബേർഡ്സ് ആണിത്. അത് കടിക്കുന്ന പക്ഷിയാണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് അതിനടുത്തൊന്ന് പോയി നോക്കാം. ഓരോ മൃഗങ്ങളെയും കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. മൃഗങ്ങളെക്കുറിച്ചും പക്ഷികളെക്കുറിച്ചും ഒക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായിട്ടും വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ് ലണ്ടനിലെ സൂ. വളരെ വലിയ മങ്കീസിനെ നമുക്ക് കാണാം. ആഫ്രിക്കൻ കൊറല്ലാസ് ആണ്. നമുക്കിപ്പോൾ ഈ വലിയ കുരങ്ങുകളെ കാണാനായിട്ട് പോകാം. കുഞ്ഞുങ്ങളും അവിടെയുണ്ട്. അപ്പോൾ വലിയ കുരങ്ങിനെയും കുഞ്ഞുങ്ങളെയും നമുക്കിപ്പോൾ ഇന്ന് പോയി കാണാം. നമ്മുടെ നാട്ടിലും കരിങ്കുരങ്ങുകളൊക്കെ ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി വലിപ്പമുള്ള കുരങ്ങുകളാണ് ഇവ. ഏകദേശം ഇതേപോലെയുള്ള കുരങ്ങുകളെ കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുക കുമളി തേക്കടി ഏരിയയിലാണ്. അവിടെ ധാരാളം കരിങ്കുരങ്ങുകളുണ്ട്. ഇത് വളരെ ശാന്തരായ മനുഷ്യരുമായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുരങ്ങുകളാണ്. ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ നിന്നും കൊണ്ടുവന്ന കുരങ്ങുകളാണിവ. പല രാജ്യങ്ങളിൽ നിന്നുള്ള വ്യത്യസ്തമായ ഒട്ടേറെ കുരങ്ങുകൾ ഇവിടെയുണ്ട്. ഇത് നമ്മുടെ നാട്ടിലേക്കുള്ള സാധാരണ കുരങ്ങുകളാണ്. അപ്പോൾ ധാരാളം കുരങ്ങുകളുണ്ട്. ഇതൊന്നും നമുക്കൊരു വലിയ കാഴ്ചയല്ല. നമ്മുടെ നാട്ടിലെല്ലാം ഉള്ള നമ്മുടെ വീടിനടുത്തുള്ള കാടുകളിലൊക്കെ വരാറുള്ള ടൈപ്പ് ചെറിയ കുരങ്ങുകളാണ് ഇതെല്ലാം. റെയിൻ ഫോറസ്റ്റുകളിലൊക്കെ ജീവിക്കുന്ന ധാരാളം വന്യമൃഗങ്ങളെയെല്ലാം ലണ്ടനിലും സൂക്ഷിച്ചിട്ടുണ്ട്. ആ ഒരു കാലാവസ്ഥ തന്നെയാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ധാരാളം ടൈഗർ ഇവിടെയുണ്ട്. ടൈഗറുകളെ കാണാൻ പോകാം. ഇപ്പോൾ ടൈഗേഴ്സൊക്കെ ഉറങ്ങുന്ന സമയമാണ്. ഇപ്പോൾ നമുക്കിതിനെ തൊട്ടടുത്ത് നിന്ന് കാണാവുന്ന രീതിയിൽ ഇതുപോലുള്ള ഫൈബർ ഗ്ലാസിനോട് ചേർന്ന് തന്നെ നമുക്ക് കാണാനുള്ള അവസരമുണ്ട്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ ഫോട്ടോ എടുക്കാൻ പാടില്ല, വീഡിയോ എടുക്കാൻ പാടില്ല, മൃഗങ്ങളെ തൊടാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. നമുക്ക് പീസ്ഫുൾ ആയിട്ടുള്ള മൃഗങ്ങളെയൊക്കെ തൊടാനുള്ള സൗകര്യം കൂടിയാണ് നൽകുന്നത്. പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ ഉപദ്രവിക്കാത്ത മൃഗങ്ങളെയൊക്കെ തൊടാനുള്ള സൗകര്യം കൂടിയുണ്ട്. ഇപ്പോൾ ഇവിടെ ആടുകളെയൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് പോയി ആടിനെ തൊട്ട് നോക്കാം. ഒരു ആടിനെയൊക്കെ തൊടുക എന്നുള്ളത് വലിയ കാര്യമാണോ എന്ന് പലരും ചിന്തിച്ചേക്കാം. എന്നാൽ ലണ്ടൻ പോലുള്ള വലിയ സിറ്റികളിൽ ഇത്തരം ജീവികളൊക്കെ ഡയറക്റ്റായിട്ട് കണ്ടിട്ടുള്ളവർ തന്നെ വളരെ ചുരുക്കമാണ്. ഇത്തരം അനിമൽസിനെയൊക്കെ വളർത്തുന്നത് കൺട്രി സൈഡ് ഏരിയയിലായതുകൊണ്ട് തന്നെ ലണ്ടനിലുള്ള പലരും
ഇത്തരം ജീവികളെയൊന്നും ഡയറക്റ്റായിട്ട് കണ്ടിട്ടില്ല, അവർ തൊട്ടിട്ടുമില്ല. തണുപ്പ് രാജ്യങ്ങളിലുള്ള ഏത് മൃഗങ്ങളാണെങ്കിലും അതിന് തണുപ്പിൽ നിന്ന് അതിജീവിക്കുന്നതിന് വേണ്ടി രോമങ്ങളുണ്ടാകും, ധാരാളം രോമങ്ങളുണ്ടാകും അതിൻ്റെ മേത്ത്. അതിപ്പോൾ ഏത് മൃഗങ്ങളാണെങ്കിലും. ഇപ്പോൾ ഇത് പന്നികളാണ്. ചെമ്മരിയാട് പോലെ തന്നെ ധാരാളം രോമങ്ങളാണ് പന്നികൾക്കും ഉള്ളത്. അതുപോലുള്ള പന്നികളെയാണ് ഇവിടെ വളർത്തിയിരിക്കുന്നത്. ഇവിടെ കോഫി ഷോപ്പൊക്കെ ഉണ്ട്. ഇതിനുള്ളിൽ കയറിയാൽ നമുക്കൊരു കോഫി കുടിക്കാം. അപ്പോൾ നമ്മളൊരു ലാറ്റെ വാങ്ങിച്ചു, നമുക്ക് കുടിച്ചിട്ട് ഇനി സ്ഥലങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇതുപോലുള്ള സൂ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ സമ്മറിൽ വരികയാണ് ഏറ്റവും നല്ലത്. കാരണം ഈ ടൈഗർ അതുപോലുള്ള മൃഗങ്ങളൊക്കെ പുറത്ത് വരുന്നത് കൂടുതലും സമ്മർ സമയത്താണ്. ഇപ്പോൾ നല്ല തണുപ്പുള്ള സമയമാണ് UK 10 ഡിഗ്രി 11 ഡിഗ്രിയാണ് ഇപ്പോഴത്തെ താപനില. എങ്കിലും വീക്കെൻഡിലൊക്കെ വിസിറ്റ് ചെയ്യാൻ, നല്ല ക്ലൈമറ്റുള്ള ദിവസം നോക്കി വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയമാണിത്. ഇപ്പോൾ ഒരു ദിവസക്കാലം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന, പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻസ് ഇവിടെയുള്ളത്. അവർക്ക് കളിക്കാൻ പറ്റുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട്. പിന്നെ മൃഗങ്ങളെയൊക്കെ കാണുന്നത് ശരിക്കും കുട്ടികൾക്കൊക്കെയാണല്ലോ ഇഷ്ടം. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ലണ്ടനുള്ളിൽ തന്നെ ഒരു ദിവസക്കാലം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. നല്ലൊരു തീമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഗുജറാത്തിലെ ഗീർ വനങ്ങളിലുള്ള സിംഹമൊക്കെ താമസിക്കുന്ന രീതിയിലുള്ള ആ ഒരു വനം അതേപോലെ തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാവുന്നത് പോലെ പഴയ കാലത്ത് ഇടിഞ്ഞു പൊടിഞ്ഞു കിടക്കുന്ന കൊട്ടാരത്തിൻ്റെയൊക്കെ മാതൃകയിലാണ് ഈ ഒരു ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. സിംഹത്തിനൊക്കെ ഇറങ്ങി നടക്കാവുന്ന രീതിയിൽ വഴികളെല്ലാം ഇവിടെയുണ്ട്. ഇപ്പോൾ നമുക്ക് സിംഹത്തെ അടുത്ത് പോയി കാണാം. ഇവിടെ വരുമ്പോൾ ഒരു ഇന്ത്യൻ ടച്ചാണ് നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റുക. ഗുജറാത്തിൽ നിന്നുള്ള സിംഹങ്ങളെയാണ് ഇവിടെ വളർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഗീർ നാഷണൽ പാർക്ക് എന്നും ഹിന്ദിയിലുമൊക്കെ ഇവിടെ ധാരാളം ബോർഡുകളുണ്ട്. അപ്പോൾ നമുക്ക് സിംഹത്തിൻ്റെ അടുത്തേക്ക് പോകാം. സാധാരണ വീക്കെൻഡിൽ നല്ല തിരക്കായിരിക്കും. വീക്ക് ഡേയ്സിൽ വരികയാണ് അധികം തിരക്കില്ലാതെ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം. ഇനി സമ്മർ സമയമാകുമ്പോഴേക്കും ഈ സൂവിലെല്ലാം വലിയ തിരക്കായിരിക്കും. സ്കൂൾ ഹോളിഡേ സമയങ്ങളിലും ശനി ഞായർ ദിവസങ്ങളിലുമാണ് ഏറ്റവും വലിയ തിരക്ക് ഇവിടെ ഉണ്ടാവുക. സിംഹത്തെ നമുക്ക് തൊട്ടടുത്ത് കാണാം. ഇതുപോലെയുള്ള ഗ്ലാസ് ഡോറാണുള്ളത്. അപ്പോൾ നമുക്ക് അതിനെ തൊട്ടടുത്ത് തന്നെ അതിനെ ടച്ച് ചെയ്യാവുന്ന എത്രയോ അടുത്ത് തന്നെ നമുക്ക് കാണാവുന്ന രീതിയിലാണ് ഈ സൗകര്യം ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും ഇന്ത്യയുടെ അതേ ഒരു ഫീലാണ്. ഇന്ത്യൻ സ്ട്രീറ്റ് എങ്ങനെയാണോ അതേപോലെയാണ് എല്ലായിടത്തും നമുക്ക് ഇവിടെ വരുമ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ് എല്ലായിടത്തും കാണാനായിട്ട് പറ്റുക. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ പോയൊരു പ്രതീതി തന്നെയാണ് നമുക്ക് ഇവിടെ വരുമ്പോൾ ലഭിക്കുക. കടകള്, തുണിക്കടകള്, ഇതെല്ലാം ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. സിംഹങ്ങളെ തൊട്ടടുത്ത് കാണാവുന്ന രീതിയിലാണ് എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല നമുക്കിവിടെ വരുമ്പോൾ നമുക്ക് ബോറടിക്കാതിരിക്കുന്നതിന് വേണ്ടി ഒരു പുതിയ സ്ഥലത്ത് എന്ന ആ ഒരു പ്രതീതിയാണ് ഇവർ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ സ്ട്രീറ്റുകളിലൂടെ നമ്മൾ പോകുമ്പോൾ കാണാവുന്ന കാഴ്ചകളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ട്രോപ്പിക്കൽ വെതർ കണ്ടീഷനിൽ വളരുന്ന ചെറിയ പ്രാണികൾ, അതിനൊക്കെ കാണാനുള്ള അവസരം കൂടിയുണ്ട്. വലിയ ഒച്ചുകൾ, വെള്ളത്തിലൊക്കെ താമസിക്കുന്ന ഒച്ചുകളാണ് ഇതെല്ലാം. വലിയ അക്വേറിയം നമുക്കിവിടെ കാണാം. കളർഫുൾ ആയിട്ടുള്ള മീനുകളാണ്. നമുക്ക് ഇതിൻ്റെ അടുത്ത് പോയി നോക്കാം. കോറൽ ലൈഫൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ആ ഒരു രീതിയിൽ പവിഴപ്പുറ്റുകളൊക്കെയാണ് ധാരാളമായിട്ട് ഇവിടെ. കളർഫുൾ ആയിട്ടുള്ള ധാരാളം മീനുകളാണ് ഇവിടെ എല്ലാം ഉള്ളത്. അതുകൂടാതെ കോറൽ ലൈഫ്, കടലിന് അടിത്തട്ടിലുള്ള പവിഴപ്പുറ്റുകളെല്ലാം ജീവിക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ ഒരുക്കിയിരിക്കുന്നു. ഫ്ലെമിംഗോ, വൈറ്റ് ഫ്ലെമിംഗോയാണിത്. അപ്പോൾ നമുക്ക് കാണാം വലിയ പക്ഷികൾ. നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത ടൈപ്പ് വലിയ പക്ഷികളാണിത്. അപ്പോൾ ധാരാളം പക്ഷികളുണ്ട്. ഇതേപോലെ തന്നെ അതിന് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ എല്ലാം ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം, ഇപ്പോൾ നമ്മൾ പിക്ചറിലൊക്കെ മാത്രം കണ്ടിട്ടുള്ള ആ പക്ഷികളെല്ലാം ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നു. ലോകത്തിലെ പല രാജ്യങ്ങളിൽ നിന്നുള്ള ഒട്ടേറെ വെറൈറ്റി ആനിമൽസിനെയും പക്ഷികളെയും ഒക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ലണ്ടൻ സൂ. ഇത് പെലിക്കനാണ്, വൈറ്റ് പെലിക്കനാണ് കാണുന്നത്. പല ചതുപ്പ് നിലങ്ങളിലൊക്കെ ജീവിക്കുന്ന തരം പക്ഷികളാണ്. അപ്പോൾ അതിന് അനുയോജ്യമായ രീതിയിൽ അവിടെ വെള്ളവും ആ സൗകര്യവും എല്ലാം ഒരുക്കിയിരിക്കുന്നു. മീനൊക്കെ പിടിച്ച് അതേപോലെ ജീവിക്കുന്ന പക്ഷികളാണ്. അപ്പോൾ ധാരാളം പക്ഷികളുണ്ട്, പെലിക്കൻ പക്ഷികൾ. ഒരു സൈഡിലായിട്ട് ഇതുപോലെ ഫ്ലെമിംഗോ പക്ഷികളെയും കാണാം. ഇവിടെ മൃഗങ്ങളും പക്ഷികളും ഒക്കെ താമസിക്കുന്ന ഓരോ ഏരിയകളിലും അതിനനുയോജ്യമായ രീതിയിലുള്ള കാലാവസ്ഥയുമാണ് ഇവിടെ കൃത്രിമമായി സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ പക്ഷികളൊക്കെ വളരെ ഫ്രണ്ട്ലി ആയതുകൊണ്ട് തന്നെ അധികം വേലികളൊന്നുമില്ല. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തൊട്ടടുത്ത് തന്നെ നിന്ന് കാണാവുന്ന രീതിയിലാണ് ഇവയെല്ലാം ഇവിടെയുള്ളത്. ഇത് മിഡിൽ ഈസ്റ്റിലെ കാലാവസ്ഥയുള്ള ഒരു ഏരിയയാണ്. മരുഭൂമിയിൽ വളരുന്ന പല മൃഗങ്ങളെയും നമുക്ക് ഇവിടെ വന്നാലും കാണാം. മരുഭൂമിയുടെ ആ ഒരു അറ്റ്മോസ്ഫിയർ, ഒരു ഡെസേർട്ടിന്റെ അറ്റ്മോസ്ഫിയറിലാണ് ഇവയെല്ലാം ഇവിടെ ഉള്ളത്. അപ്പോൾ അത് നമുക്ക് കാണാം. ക്യാമലിനെ കാണണമെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ പോകേണ്ടതില്ല. ഇപ്പോൾ ലണ്ടനിലുള്ളവരാണെങ്കിലും സിറ്റിക്കുള്ളിൽ ഇതുപോലെ മനോഹരമായ ഒരു സൂ ഒരുക്കിയിരിക്കുന്നു. ഇപ്പോൾ ലണ്ടനിലുള്ളവർക്കൊക്കെ വളരെ എളുപ്പത്തിൽ വന്ന്, ഇപ്പോൾ പ്രത്യേകിച്ചും കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ധാരാളം ആനിമൽസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. ധാരാളം ക്യാമൽസ് ഉണ്ട്. മറ്റു രാജ്യങ്ങളിലെ പല മൃഗങ്ങളും പക്ഷികളും എല്ലാം ഇവിടെ ധാരാളമായുണ്ട്. ഇപ്പോൾ നമ്മളൊരു മരുഭൂമിയിൽ വന്നൊരു അവസ്ഥയാണ്. ആർട്ടിഫിഷ്യലായിട്ട് സൃഷ്ടിച്ചിരിക്കുന്ന ഒരു മരുഭൂമിയാണ്. അതോടൊപ്പം തന്നെ മരുഭൂമിയിൽ വളരുന്ന ധാരാളം അനിമൽസിനെയും ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നു. നമ്മളിപ്പോൾ സൂവിൽ വന്നപ്പോൾ കുറേ മലയാളികളെയും കണ്ടു. ഒട്ടേറെ മലയാളികളാണ് ഇപ്പോൾ ലണ്ടനിലൊക്കെ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലയാളികളുടെ സാന്നിധ്യം എല്ലായിടത്തുമുണ്ട്. ഇപ്പോൾ ഈ സൂവിലും ഒട്ടേറെ മലയാളികളെ നമുക്ക് കാണാൻ കഴിഞ്ഞു.
മൃഗങ്ങളാണ്. The hedgehogs. They're not hedgehogs. ഇതുപോലെ മുള്ളൻപന്നികൾക്കൊക്കെ വളരാൻ പറ്റിയ അനുകൂല കാലാവസ്ഥയാണ് യു കെയിലെങ്ങും. നമ്മുടെ ഗാർഡനിലൊക്കെ ഇതിന്റെ ചെറിയ മുള്ളൻപന്നികൾ വരും. അതിനെ ഹെഡ്ജ്ഹോഗ് എന്നാണ് പറയുക. ഇതുപോലുള്ള വലിയ മുള്ളൻപന്നികൾക്ക് പൊക്യുപൈൻ എന്നാണ് പറയുക. വലിയ മുള്ളൻപന്നികളാണിത്. This is called meerkat. This one looks like cat. That's why this is called meerkat. വളരെ വ്യത്യസ്തമായ ഒരു ചെടി ഇവിടെ കണ്ടു. ഇതിൻ്റെ പേരെന്താണെന്നറിയില്ല. നമ്മുടെ നാട്ടിലൊരു പക്ഷേ ഇതുണ്ടായിരിക്കാം. വനങ്ങളിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു ചെടിയാണിത്. ഇതിൻ്റെ പൂക്കളൊക്കെ താഴേക്ക് തൂങ്ങി നിൽക്കുന്ന വളരെ മനോഹരമായ ചെടി. ഇപ്പോൾ തണുപ്പ് സമയമാണെങ്കിൽ ഇതിൽ ധാരാളം പൂക്കളുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആണ് ഇത് കാണാൻ. ഇപ്പോൾ യു കെയിൽ നല്ല തണുപ്പുള്ള സമയമാണ്. ലണ്ടനിൽ ഏകദേശം 10 ഡിഗ്രിയാണ് താപനില. എങ്കിലും ചൂട് രാജ്യങ്ങളിൽ വളരുന്ന മിക്ക മൃഗങ്ങളും തന്നെ യാതൊരു ബുദ്ധിമുട്ടുകളുമില്ലാതെ ഇവിടെ കഴിയുന്നു. കുറേ കാലം മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ജീവികൾ ഇവിടെ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു വെതറുമായിട്ട് അത് അഡ്ജസ്റ്റ് ആവുകയും പിന്നീട് യാതൊരു ബുദ്ധിമുട്ടുകളുമില്ലാതെ അതിന് കഴിയാനുമാകും. കുരങ്ങുകളെ വളർത്തുന്ന ഏരിയയാണ്. നമ്മുടെ വനങ്ങളിലൊക്കെ ഉള്ള കുരങ്ങുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിന് ജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാലാവസ്ഥ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. ഇത് സുമാത്രൻ ടൈഗറാണ്. സുമാത്ര ദ്വീപുകളിലൊക്കെ കാണുന്ന ആ ടൈഗറുകളാണിത്. വളരെ വലിയ ടൈഗറാണ്. ഇപ്പൊ പുറത്തിറങ്ങി നിൽക്കുന്ന സമയമാണ്. ഉച്ച സമയമായിരിക്കുന്നു. ഇപ്പൊ 3 ടൈഗറാണ് ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുള്ളത്. ഒരു വനത്തിനുള്ളിൽ ആ ജീവികൾ എങ്ങനെ ജീവിക്കുന്നു അതേ അറ്റ്മോസ്ഫിയർ തന്നെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും അനുകൂല സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ് ഇവിടെ. നമുക്ക് കാണാം ചെറിയൊരു കുളവും അതിൽ ജീവിക്കാൻ പറ്റുന്ന അതേ കാലാവസ്ഥ തന്നെ ഒരുക്കിയിരിക്കുന്നു. 3 ടൈഗറാണ് ഇപ്പൊ നമുക്ക് തൊട്ടടുത്ത് കാണാനായി സാധിക്കുക. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇതിവിടെ നടന്നു വരുമ്പോൾ നമുക്ക് അതിനെ തൊട്ട് ചേർന്ന് നിന്ന് കാണാവുന്ന രീതിയിലുള്ള ഗ്ലാസ് ആണ് ഇവിടെ ഉള്ളത്. ഫൈബർ ഗ്ലാസ് ആണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ വളരെ അടുത്ത് നിന്ന് ഈ മൃഗങ്ങളെയൊക്കെ കാണാവുന്ന സൗകര്യമുണ്ട്. നമ്മുടെ നാട്ടിലെ സൂവിൽ നിന്നും വ്യത്യാസമായിട്ട് ഇവിടെ പ്രധാനമായിട്ടുള്ളത് ഇതുപോലെ നമുക്ക് മൃഗങ്ങളെ തൊട്ടടുത്ത് കാണാവുന്ന രീതിയിൽ ഫൈബർ ഗ്ലാസ് കൊണ്ട് ഒരുക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതൊരു കേജിനുള്ളിൽ, വലിയൊരു കൂടിനുള്ളിൽ അത് താമസിക്കുമ്പോൾ ദൂരെ നിന്ന് കാണുന്ന ആ ഒരു പ്രതീതിയല്ല നമുക്ക് കിട്ടുക. തൊട്ടടുത്ത് തന്നെ അതിനെ കാണാനുള്ള സൗകര്യമുണ്ട്. പിന്നെ അതിനൊരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ മുകളിലും ഒരു സേഫ്റ്റി നെറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് കയറാൻ വേണ്ടി അതിന്റെ മരവും കാട്ടിലുള്ളതുപോലെ തന്നെ നൽകിയിരിക്കുന്നത്. വളരെ സുരക്ഷിതമായിട്ട് തൊട്ടടുത്ത് തന്നെ അതിനെ കാണാവുന്ന രീതിയിലാണ് ഇതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഓരോ അനിമലിനും അതിന് പ്രത്യേകമായ കെയർ പ്ലാൻ അനുസരിച്ച് അതിൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രത്യേകം മൃഗാശുപത്രി, അതിനുള്ള ഭക്ഷണക്രമങ്ങൾ ഇതെല്ലാം വളരെ കൃത്യമായി തന്നെ നൽകുന്നതിനുള്ള വിപുലമായ സംവിധാനങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ഈ പാർക്കിൽ എങ്ങും നമുക്ക് കാണാനായി സാധിക്കുക. ഇപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ആണെങ്കിൽ ധാരാളം കാട്ടുമൃഗങ്ങളൊക്കെ ഗ്രാമങ്ങളിലോട്ട് വരുന്ന സമയമാണ്. ഇപ്പോൾ യു കെയിലെ നിയമം അനുസരിച്ച് കാടുകളിൽ അമിതമായി വളരുന്ന പല കാട്ടുമൃഗങ്ങളെയും നമുക്ക് അതിൻ്റെ മാംസം കടകളിൽ വാങ്ങാനായി സാധിക്കും. ഇപ്പോൾ കാട്ടുപന്നിയുടെ ഇറച്ചിയോ മാനിൻ്റെ ഇറച്ചിയോ ഒക്കെ നമുക്ക് സാധാരണ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ലഭ്യമാണ് യു കെയിൽ. അതൊക്കെ മനുഷ്യരെ ഭക്ഷിക്കുന്നതിന് യാതൊരു നിയമവിലക്കും യു കെയിലില്ല. ആഴം കുറഞ്ഞ വെള്ളത്തിൽ നിന്നും മീനുകളെ പിടിക്കുന്ന പക്ഷിയാണിത്. കല്ലുകൾക്കിടയിൽ നിന്ന് മീനുകളെ പിടിക്കുന്നതിന് വേണ്ടി വളരെ നീളത്തിലുള്ള ചുണ്ടുകൾ ഇവ ഉപയോഗിക്കുന്നു. അതിന് മീനുകളെ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ആ ഒരു സിസ്റ്റമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലുള്ള കല്ലുകളും അതിൽ ചെറിയ മീനുകളെയെല്ലാം ഇവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നു. പല രാജ്യങ്ങളിൽ നിന്നും കൊണ്ടുവന്ന ഒട്ടേറെ വെറൈറ്റി കളറിലുള്ള പക്ഷികളാണ് ഇവയെല്ലാം. ഇവിടെ ജിറാഫുകൾ ഉള്ളത് ഇതുപോലെ ഒരു ബിൽഡിങ്ങിനകത്താണ്. അതിന് തീറ്റയെ കൊടുത്തിരിക്കുന്നത് കാണാൻ വളരെ ഉയരത്തിലാണ്. 3 ജിറാഫുകളാണ് ഇവിടെ ഉള്ളത്. വളരെ വലിപ്പമുള്ള വലിയ ജിറാഫുകളാണത്. സൂവിനുള്ളിലൂടെ തന്നെ ചെറിയൊരു കനാലുണ്ട്. ഓരോ ടൈപ്പ് മൃഗങ്ങളെയും പ്രത്യേക സ്ഥലങ്ങളിലാണ് സംരക്ഷിച്ചിരിക്കുന്നത്.
ഇത്രയും നേരം നമ്മൾ മൃഗങ്ങളെ അതിന് പുറമെയുള്ള കൂട്ടിൽ നിന്നാണ് കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ഇനി അവയോടൊപ്പം അവയുടെ കൂട്ടിൽ കയറി നമുക്കതിനെ കാണാവുന്ന രീതിയിലുള്ള സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ ധാരാളം കുരങ്ങുകളെ നമുക്കിവിടെ കാണാം. ഉപദ്രവകാരികളല്ലാത്ത കുരങ്ങുകളാണ് ഇവയെല്ലാം. എങ്കിലും വളരെ കെയർഫുള്ളായി വേണം ഇവയെ കാണാനെന്ന മുന്നറിയിപ്പുണ്ട്. സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ട്രെയിൻഡ് ആയിട്ടുള്ള ധാരാളം പേര് ഇതിനുള്ളിലുണ്ട്. ഏതെങ്കിലും രീതിയിൽ മൃഗങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ അതിനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. എങ്കിലും വളരെ സുരക്ഷിതമായി നമുക്ക് ഇവയൊക്കെ കാണാൻ കഴിയുന്ന രീതിയിലാണ് ഇതുപോലുള്ളൊരു ഇൻഡോർ ഫെസിലിറ്റി ഇവിടെ നൽകിയിരിക്കുന്നത്. ഇത് സാമാന്യം വലിപ്പമുള്ളൊരു ഏരിയ തന്നെയാണ്. ഇതിനുള്ളിലൂടെ നടക്കുമ്പോൾ ഈ മൃഗങ്ങളൊക്കെ നമ്മളെ വന്ന് തൊടാനുള്ള സാധ്യതയുണ്ട്. ഇവയെ കണ്ടു കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോഴേക്കും വളരെ വിശദമായിട്ട് ഹാൻഡ് വാഷ് ചെയ്യുന്നൊരു ഏരിയ കൂടിയുണ്ട്. യാതൊരു രീതിയിലും അനിമൽസിൽ നിന്നും വൈറസുകൾ നമ്മുടെ ശരീരത്തിലോട്ട് പകരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതലുകളും ഇവിടെയെല്ലാം സ്വീകരിച്ചിരിക്കുന്നു. കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ട്രോപ്പിക്കൽ വെതർ കണ്ടീഷനിൽ ഹ്യൂമിഡിറ്റി കൂടുതലാണ്, അന്തരീക്ഷത്തിലെ ജലാംശം കൂടുതലാണ്. എന്നാൽ UK വെതറിൽ വളരെ കുറഞ്ഞ ഹ്യൂമിഡിറ്റി മാത്രമേ ഉള്ളൂ. ഈ സാഹചര്യത്തിൽ ഹ്യൂമിഡിറ്റി നൽകുന്നതിന് വേണ്ടിയാണ് ഇതുപോലുള്ള ആർട്ടിഫിഷ്യൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. വലിയൊരു ആമയെ കണ്ടു. കരയിൽ ജീവിക്കുന്ന ആമയാണിത്. വളരെ വലുപ്പത്തിലുള്ള ആമ. ഇത്രയും വലുപ്പമുള്ള ആമയെ ഇതിനു മുൻപ് ഞാൻ കണ്ടിട്ടുമില്ല. ഇവിടുത്തെ മറ്റൊരു പ്രധാന അട്രാക്ഷനാണ് പെൻഗ്വിനുകൾ താമസിക്കുന്ന വലിയ പൂൾ. ഇംഗ്ലണ്ടിലെ തന്നെ ഏറ്റവും വലിയ പെൻഗ്വിൻ പൂളാണ് ലണ്ടൻ സൂവിലുള്ളത്. പെൻഗ്വിനുകളെ കാണുക മാത്രമല്ല അവ നീന്തുന്നതും അത് വെള്ളത്തിനടിയിലൂടെ പോകുന്നതുമെല്ലാം ഒരു ഗ്ലാസ് ഡോറിന് അരികെ നിന്നുകൊണ്ട് നമുക്ക് കാണാവുന്ന രീതിയിലാണ് ഈ ഒരു പൂൾ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്യാമറ വെള്ളത്തിൽ മുക്കാതെ തന്നെ നമുക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ ചിത്രീകരിക്കുന്നതിന് വളരെ എളുപ്പമാണ്. ഇതുപോലുള്ള ഗ്ലാസ് ഡോറിന് പിറകിൽ നിന്നുകൊണ്ട് ഈ പെൻഗ്വിനുകളെ നമുക്ക് അടിയിൽ നിന്നും കാണാനാകും. ഇവിടെയുള്ള ഓരോ അനിമൽസിനെയും സംരക്ഷിച്ചിരിക്കുന്നത് പ്രത്യേക രീതിയിലാണ്. വളരെ വ്യത്യസ്തമായ രീതിയിൽ അവയെ പരമാവധി അടുത്തറിയാൻ കഴിയുന്ന രീതിയിലാണ് അവയുടെ കൂടുകളുടെ നിർമ്മാണങ്ങളെല്ലാം. ഗ്ലാസ് കൊണ്ടുള്ള വാളാണ്. അതുകൊണ്ട് തന്നെ അടുത്ത് തന്നെ നമുക്ക് പെൻഗ്വിനെ കാണാനും കഴിയും. നല്ല തണുപ്പുള്ള വെതറാണ് പെൻഗ്വിന് ഏറ്റവും ഇഷ്ടം. ലണ്ടനിലെ വെതർ ഏകദേശം 10-11 ഡിഗ്രിയാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ പെൻഗ്വിനുകൾക്ക് സുഖകരമായി കഴിയാൻ പറ്റുന്ന ഒരു താപനില തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ. ലണ്ടനിൽ ഇവിടെ മാത്രമല്ല പെൻഗ്വിനുകൾ ഉള്ളത്. ഇനി ലണ്ടൻ സീ ലൈഫിൽ പോകുകയാണെങ്കിൽ അവിടെയും ധാരാളം പെൻഗ്വിനുകളെ കാണാനാകും. മത്തിയാണ് ഇതിന് തീറ്റയായി നൽകിയിരിക്കുന്നത്. ഈ ഒരു പൂളിൽ പെൻഗ്വിന് പുറമെ മറ്റ് പല പക്ഷികളെയും കാണാൻ കഴിഞ്ഞു. വെള്ളത്തിൽ ജീവിക്കുന്ന ധാരാളം പക്ഷികളെയും ഇതിനോടനുബന്ധിച്ച് തന്നെ ഇവിടെ വളർത്തുന്നു. ഈ പാർക്കിനുള്ളിൽ എല്ലായിടത്തും തന്നെ നിരവധി ഇനം പക്ഷികളെ നമുക്ക് കാണാനാകും. ഇപ്പോൾ നമ്മൾ സൂ കണ്ടിട്ട് വരുന്ന സമയത്ത് ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. നമുക്കിപ്പോൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ്. നമുക്ക് ആ റെസ്റ്റോറൻറ്റിൽ കയറി നോക്കാം. നമുക്ക് പറ്റിയ ഐറ്റംസ് എല്ലാം അവിടെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. UK ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ പലപ്പോഴും നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളായിരിക്കും അത്. കേരള റെസ്റ്റോറൻറ്റുകളൊക്കെ വളരെ ചുരുക്കമാണ് ലണ്ടനിലെ ചില ഏരിയകളിൽ. അതുകൊണ്ട് തന്നെ നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റാണ് നമുക്ക് പലപ്പോഴും സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇവിടെ ചിക്കൻ, ലാമ്പ് ഉൾപ്പെടെയുള്ള ഐറ്റംസ് ഒക്കെ കിട്ടുമെങ്കിലും ബീഫ് വെറൈറ്റീസ് നോർത്ത് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിലൊന്നും ലഭ്യമല്ല. ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത് മദ്രാസ് ചിക്കൻ കറിയാണ്. നമുക്കിപ്പോൾ കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമുക്ക് അടുപ്പിൽ നിന്ന് അത് ഫ്രഷായിട്ട് കുക്ക് ചെയ്ത് നമ്മുടെ മുന്നിൽ കൊണ്ടുവന്ന് വയ്ക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സൗണ്ടാണത്. കരിയുന്ന ആ ഒരു ശബ്ദമാണ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഫുഡ് തന്നെയായിരുന്നു ഇവിടെ നിന്ന് നമുക്ക് ലഭിച്ചത്. ധാരാളം വെറൈറ്റി റെസ്റ്റോറൻറ്റുകളുടെ ഒരു കേന്ദ്രം തന്നെയാണ് ലണ്ടൻ. ഓരോ ഏരിയകളിലും പല രാജ്യങ്ങളുടെയും റെസ്റ്റോറൻറ്റുകൾ നമുക്ക് ധാരാളമായി കാണാനായി സാധിക്കും. ഇന്റർനാഷണൽ ഫുഡിൻ്റെ ഒരു പ്രധാന കേന്ദ്രം കൂടിയാണ് ലണ്ടൻ. ഗ്രിൽഡ് ചിക്കൻ UK വളരെ കോമൺ ആണ്. നമ്മുടെ നാട്ടിലതിന് അൽഫാം എന്നാണ് പറയുന്നതെങ്കിൽ UK ഗ്രിൽഡ് ചിക്കനാണ്. അത് ഒരു അറബിക് വേർഡാണെന്ന് തോന്നുന്നു അൽഫാം എന്നുള്ളത്. മറ്റു രാജ്യങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ ഗ്രിൽഡ് ചിക്കൻ എന്ന് പറഞ്ഞാൽ മാത്രമാണ് ഇതുപോലുള്ള ഗ്രിൽഡ് ഐറ്റംസ് നമുക്ക് ലഭിക്കുകയുള്ളൂ. പരമാവധി എണ്ണ കുറച്ച് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഗ്രിൽഡ് ഐറ്റംസ് മിക്കവരും തന്നെ ഉപയോഗിക്കുക. എന്നാൽ നമ്മൾ പലപ്പോഴും നാട്ടിൽ വരുമ്പോൾ അവിടുത്തെ റെസ്റ്റോറൻറ്റുകളിൽ ഗ്രിൽഡ് ഐറ്റംസിൽ എണ്ണ ഉപയോഗിച്ചാണ് അവർ പ്രിപ്പയർ ചെയ്യുന്നത്. ഇംഗ്ലീഷ് റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോവുകയാണെങ്കിൽ സ്പൈസി ആയിട്ടുള്ള ഫുഡ് ലഭിക്കുക ബുദ്ധിമുട്ടാണ്. പിന്നെ നമുക്ക് പെപ്പർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മളുള്ള കാംഡൻ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ധാരാളം ഇന്ത്യക്കാർ താമസിക്കുന്ന പ്രദേശമാണ്. മലയാളികളെക്കാൾ കൂടുതൽ മറ്റ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് ഇവിടെ സെറ്റിൽ ചെയ്തിരിക്കുന്നത്. യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളിലും എരിവ് വളരെ കുറച്ച് ഉപയോഗിക്കുന്നവരാണ്. അതേപോലെ തന്നെ മസാലയും വളരെ കുറവാണ് മറ്റ് റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഉപയോഗിക്കുക. ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകളിലാണ് കൂടുതലായും മസാലയും എരിവും ചേർക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു പുതിയ സ്ഥലം പരിചയപ്പെടുത്തുന്ന മറ്റൊരു വീഡിയോയുമായി താമസിയാതെ തന്നെ വീണ്ടും കാണാം.